الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم من اتقوا الله واتقوا الله في السر والعلانية സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും അതിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും ആലോചിക്കുകയും ചിന്തിക്കുകയും ജീവിതയാത്രയിൽ എന്താണ് നേടിയെടുക്കേണ്ടത്, കൈവശമുണ്ടാവേണ്ടത് എന്നതിനെക്കുറിച്ചും അതിപ്രാധാന്യത്തോടെ ഗൗരവത്തോടെ വിശ്വാസികളായ നാം ഓർക്കണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്ത ഒരു കാലം, ഒരു സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. പിന്നീട് നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. അതൊരു ഘട്ടമാണ്. ഇനിയൊരു ഘട്ടം വരാനുള്ളത് ഖുൽ യതവഫാകും മലക്കുൽ മൗതി അല്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആ മലക്ക് നിങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന ഒരു രംഗം അതും നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. അതും കഴിഞ്ഞ് പിന്നൊരു ഘട്ടവുമുണ്ട്. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസുൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അവര് വിചാരിക്കുന്നില്ലേ ഖബറുകളിൽ നിന്നെല്ലാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ലോകരക്ഷിതാവിന്റെ അടുക്കൽ നിർത്തപ്പെടുന്ന മഹത്തായ ഒരു നാൾ, വിചാരണയുടെ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ ഇന്നൽ അബ്റാറ ലഫീ നഈം وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. سورة الانفطار الله سبحانه وتعالى നമ്മെ അറിയിച്ചില്ലേ, പുണ്യവാളന്മാരായ ആളുകൾ അവർ അനുഗ്രഹീതമായ സ്വർഗത്തിലായിരിക്കും. എന്നാൽ ചെമ്മാടികളായ ആളുകൾ അവർ നരകത്തിൽ കിടന്നെരിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. ഒരാളും തന്നെ അതിൽ നിന്ന് ഒഴിവല്ല നരകാവകാശികളായ ആളുകൾ. നിങ്ങൾക്കറിയുമോ എന്താണ് ആ പ്രതിഫല ദിവസത്തിന്റെ ദിനമെന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? പിന്നെയും ചോദിക്കുന്നു, ഒരു നഫ്സിനും ഒരാത്മാവിനും ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്താൻ സാധ്യമല്ല. അന്നെല്ലാം അല്ലാഹുവിന്റെ കൈകളിലാണ്. സഹോദരങ്ങളെ, ഇത് ജീവിത യാഥാർത്ഥ്യമാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. എന്താണ് റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞത്?
ചതിച്ചു കളഞ്ഞത് എന്താണ്? മനുഷ്യർ വിചാരിക്കുന്നു, മനുഷ്യന്റെ പോക്ക് കണ്ടാൽ അയഹ്സബുൽ ഇൻസാൻ അയുത്രക സുദാ, മനുഷ്യരെ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരോട് റബ്ബ് ചോദിക്കുന്നത് നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലേ? നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മെ ജീവിത യാഥാർത്ഥ്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, വലൽ ആഖിറതു ഖൈറുൻ വഅബ്ക, വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചൊല്ലിയില്ലേ, നബിയെ നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും ആഖിറമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന്. അത് തിരിച്ചറിഞ്ഞ് എന്താണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധവും ബോധ്യവും സഹോദരങ്ങളെ, വിശ്വാസികളെ നമുക്കുണ്ടാവണം. തിന്ന് കുടിച്ച് രമിച്ച് അങ്ങനെ മണ്ണോട് മണ്ണ് ചേരാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്കിവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ മരണത്തിന് ശേഷം നിങ്ങളെ ഖബറുകളിലേക്ക് കൊണ്ടുചെന്നാക്കിയാൽ അവിടെ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ, അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70, 60-70 വർഷക്കാലം മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു കൃത്യമായി വ്യക്തമായി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് 3 ചോദ്യങ്ങളാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? മൻ നബിയുക, നിന്റെ നബി ആരാണ്? മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? ഇതാണ് വിശ്വാസികൾ അവർ ഇവിടെ ദുനിയാവിൽ അവരുടെ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത്, പഠിച്ചെടുക്കേണ്ടത്. മഹാനായ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് ഒരു ചെറിയ റിസാലയുണ്ട്. അതിന്റെ പേര് അൽ ഉസൂലു സലാസ എന്നാണ്. 3 അടിസ്ഥാന തത്വങ്ങൾ, അല്ലെങ്കിൽ സലാസത്തുൽ ഉസൂൽ, അടിസ്ഥാനപരമായി ഫണ്ടമെന്റലായി നമ്മൾ അറിയേണ്ട 3 കാര്യങ്ങൾ. അതിൽ ഈ വിഷയമാണ് നിന്റെ റബ്ബിനെ കുറിച്ച്, നിന്റെ ദീനിനെ കുറിച്ച്, നിന്റെ പ്രവാചകനെ കുറിച്ച് നീ അറിഞ്ഞോ, മനസ്സിലാക്കി. യഅലം റഹിമക്കല്ലാഹ്, നീ അറിയണം, നീ പഠിക്കണം മനുഷ്യ. അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായിൽ, ജീവിതത്തിന്റെ ആകത്തുക 4 മസലകൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണത്? ഒന്നാമതായി അൽ ഇൽമ്, നമുക്ക് ഇൽമ് വേണം. ഇൽമ് വേണം ജീവിതത്തിൽ അതിപ്രധാനമായി. എന്താ ഇൽമ്? മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു നബിയിഹി വ മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹിന്റെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പ്രമാണബദ്ധമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാം. ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീങ്ങുന്നവരല്ല നമ്മൾ. പിന്നെയോ കൃത്യമായ ഇൽമിന്റെ, അറിവിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് പ്രധാനം. അറിവെന്നത് പറഞ്ഞാൽ അള്ളാഹിനെ അറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. റബ്ബിനെ അറിഞ്ഞിട്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഇൽമുണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ ഇബാദത്താക്കാൻ സാധ്യമാവൂ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറഞ്ഞു. എന്താ? അള്ളാഹിന്റെ അടിമകളിൽ ഇൽമുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. ഖശിയത്ത് എന്നാണ് പറഞ്ഞത്. ഖൗഫ് എന്ന് പറയും, പേടി. പേടി എന്ന് പറഞ്ഞാൽ എല്ലാ പേടിക്കും ഖൗഫ് എന്ന് അറബി ഭാഷയിൽ പറയും. എന്നാൽ ഖശിയത്ത് എന്നത് ഇൽമോട് കൂടിയുള്ള പേടി. ഒരു കാര്യത്തിന്റെ അതിന്റെ ദുരന്തവും അതിന്റെ പ്രതിഫലവും അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പേടിക്കുക, ഭയപ്പെടുക. നിങ്ങളിൽ ഈമാനുള്ള ആളുകൾക്ക്, ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജകൾ ഉയർത്തിക്കൊടുക്കും. ഈമാനിന്റെ ഇൽമ് അത് ഉറപ്പായതാണ്. ഈമാൻ എന്നത് വെറുതെ നമ്മൾ വിശ്വസിച്ചു പോകുന്നതല്ല. ഒന്നും അള്ളാഹുവിനെ കുറിച്ചും മലക്കുകളെ കുറിച്ചും വിശ്വാസ കാര്യങ്ങൾ, ആഖിറത്തിനെ കുറിച്ചൊന്നും വെറുതെ വിശ്വസിക്കുന്നതല്ല. ദൃഢമായ ഇൽമുൽ യഖീനാണ്, അതാണ് ഈമാൻ. അപ്പൊ സഹോദരങ്ങളെ, ഒന്നാമതായി നമുക്ക് ഇൽമാണ് വേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുണ്ടെങ്കിലേ, ഇൽമെന്ന് പറഞ്ഞാൽ എന്താ? ഇൽമെന്ന് ചൊല്ലിയാൽ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഫഖീഹു
ആരാണ് ഡീപ്പായിട്ട് അള്ളാഹുവിനെ അറിഞ്ഞ ആൾ? മൻ യഖാഫുല്ലാഹ്, അള്ളാഹിനെ പേടിക്കുന്നവരാണ്. വൈൻ ഖല്ല ഇൽമുഹു, അവന് കുറെ ആയത്തും ഹദീസും വലിയ കിതാബൊന്നും ഓതി പഠിക്കണമെന്നില്ല. അവന്റെ ഇൽമു കുറവാണെങ്കിൽ റബ്ബിനെ പേടിക്കുന്നവനാരോ അവനാണ് ഇൽമുള്ളവൻ. വൽ ജാഹിൽ, ആരാണ് ജാഹിൽ? മൻ അസല്ലാഹ, അള്ളാഹിനെ ധിക്കരിക്കുന്നവനാണ്. വൈൻ കസുറ ഇൽമുഹു, വലിയ ആലിമാണെങ്കിലും വലിയ ഇൽമുള്ള ആളാണെങ്കിലും അള്ളാഹിനോട് ധിക്കാരം കാണിക്കുന്നവനാണോ, അള്ളാഹുവിനെ പേടിക്കാത്തവനാണോ, അവൻ ജാഹിലാണ് എന്നതാണ് ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നാളെ ആഖിറത്തിൽ പ്രയോജനപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാരായ ആളുകൾക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ്. ആ പ്രയോജനപ്പെടുന്നതിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞത്, ഹാദാ യൗമു യൻഫഉൽ മുവഹ്ഹിദീന തൗഹീദുഹും, മുവഹ്ഹിദീങ്ങളായ അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റബ്ബിൽ തവക്കുലാക്കുന്ന, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ തൗഹീദ് പ്രയോജനപ്പെടുന്ന ദിവസമാണ്. ആ രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കപ്പെടുന്ന വിചാരണയുടെ നാളിൽ സഹോദരങ്ങളെ, അവിടെ പ്രയോജനപ്പെടുന്നത് മുവഹ്ഹിദീങ്ങൾക്കാണ്. അവിടെയാണ് നമ്മുടെ തൗഹീദിന്റെ, നമ്മുടെ അഖീദയുടെ, നമ്മുടെ വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ, മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നതിന്റെ അതിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെ എത്തുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഇല്ല, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, അല്ലാഹു തന്നത് തടയാനും ഒരാളെ കൊണ്ട് സാധ്യമല്ല, അല്ലാഹു തടഞ്ഞത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഒരാളുടെ ശക്തിയും കഴിവും ഒന്നും അവിടെ പ്രയോജനപ്പെടുകയില്ല. അല്ലാഹുവാണ് എല്ലാം, അല്ലാഹുവിന്റെ കൈകളിലാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് അധികാരവും പവറും സ്ഥാനവും ഒന്നും പ്രയോജനപ്പെടാതെ അവിടെ നിൽക്കുന്ന ഒരു സമയമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. അവിടെ രക്ഷപ്പെടാനേ നമ്മുടെ വിശ്വാസം ഒന്നാമതായി നന്നാക്കണം. അതിന് റബ്ബിനെ നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം, അതിനുള്ള ഇൽമ് നമ്മൾ നേടിയെടുക്കണം. അള്ളാഹുവിനെ എങ്ങനെ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്, അതിലൂടെ റബ്ബിനെ പഠിക്കുക, അള്ളാഹുവിനെ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആരതിനെ ഇഹ്സാഹ് ചെയ്തോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. എന്താണ് ഇഹ്സാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഹിഫ്ദുഹാ ലഫ്ളൻ, ആ പേരുകൾ ഖുർആനിൽ ഹദീസിൽ വന്നതായ 99 പേരുകൾ നമ്മൾ പഠിക്കുക. അള്ളാഹുവിന് 99 പേരുകൾ മാത്രമല്ല, നമുക്ക് അറിയിച്ചു തരാത്ത വേറെയുമുണ്ട്. എന്നാൽ ഖുർആനിലും ഹദീസിലും വന്നതായ ആ അസ്മാഉൽ ഹുസ്ന അത് പഠിക്കുക. വഫഹമുഹാ മഅന, അതിന്റെ മഅന, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. അങ്ങനെയാകുമ്പോൾ ഇബാദത്തുകളിൽ ഖുശൂ കിട്ടും, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. നമുക്ക് റബ്ബിനെ തിരിച്ചറിഞ്ഞാൽ, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ, ഇബാദത്തുകളിൽ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ റബ്ബിനെ അറിയണം. വതഅബ്ബുദു ലില്ലാഹി ബിമുഖ്തലാഹാ, അറിഞ്ഞാൽ മാത്രം, പഠിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം, ഇബാദത്ത് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം. പഠിച്ച എത്രയോ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇൽമില്ലായിട്ട് ആളുകൾക്ക് ഇൽമുണ്ട്, പക്ഷേ അതെന്തല്ല, അത് ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. അല്ലാഹു സമീആണ്, അല്ലാഹു അലീമാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, കണ്ടറിയുന്നവനാണ്, ബസീറാണ് എന്നൊക്കെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ട്, റബ്ബ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു അറിയുന്നുണ്ടല്ലോ, ഒരാളും കാണുന്നില്ലെങ്കിലും എന്റെ കർമ്മങ്ങൾ ഞാൻ രഹസ്യമായി ചെയ്യുന്നതെല്ലാം റബ്ബ് കാണുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ അത് ആര് കേട്ടിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ടെന്ന ബോധത്തോടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക. ഇതാണ് അല്ലാഹുവിനെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സഹോദരങ്ങളെ, യഥാർത്ഥ ഇൽമ് അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അതാണ് നമുക്ക് വേണ്ടത്. ആ ഇൽമ് നമ്മൾ നേടിയെടുക്കണം. ദീനിനെ കുറിച്ചുള്ള ഇൽമ്, ഖുർആൻ അത് പഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. ദീനിന്റെ ഇൽമുകൾ
ഇസ്ലാമിന്റെ ഇൽമുകൾ അത് നമ്മൾ പഠിക്കണം. നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ടത് അതാണ്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഖുർആനിൽ വന്ന 25 നബിമാരുടെ പേരുകളെ കുറിച്ച്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ കുറിച്ചുള്ള ആയത്തുകളെ കുറിച്ച്, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? അതുപോലെ തന്നെ ഖുർആന്റെ ഓരോ ഇൽമുകളും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിന്റെ ദീന് പഠിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഇൽമ്, അതാണ് ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത്. ഇൽമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ട മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. രണ്ടാമതായി ഇൽമുണ്ടായാൽ പിന്നെ രണ്ടാമത്തെ മാർഗം അൽ അമലു ബിഹി, ആ ഇൽമു കൊണ്ട് അമല് ചെയ്യാം. അമലില്ലാത്ത ഇൽമു കൊണ്ട് പ്രയോജനമില്ല. എത്രയോ വലിയ പഠിച്ച ആളുകളുണ്ട്, പക്ഷെ എന്താ, അതവരുടെ ജീവിതത്തിൽ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് ആളുകളോട് ഇങ്ങനെ പറയുന്നത്, വഅദ് പറയുന്നത്, ഉപദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ആളുകളോട് ഇങ്ങനെ ഉപദേശിക്കുന്നു, ആളുകളോട് പറയുന്നു, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അതില്ല. പിന്നെ എന്താണ് അതുകൊണ്ട് പ്രയോജനം? അങ്ങനെയല്ല സഹോദരങ്ങളെ. ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പകർത്തുക. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ഏതൊരു കാര്യവും സ്വഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം പഠിച്ചാൽ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, മൻ സല്ല 12 റകഅതൻ തതവ്വുഅൻ ഗൈറൽ ഫരീള ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാള് ഒരു ദിവസത്തിൽ രാത്രിയും പകലൊക്കെ ആയിട്ട് 12 റകഅത്ത് നിസ്കരിച്ചു, ഫർളല്ല, സുന്നത്ത്, ഫർളിന്റെ മുമ്പ് ശേഷമുള്ളതായ റവാത്തിബ് സുന്നത്ത്, അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന, അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നുണ്ട്, ഫമാ തറക്തു മുൻദു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ തറക്തു ദാലിക, ഞാൻ ആ പഠിച്ച കാര്യം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ അത് പറയുന്നു. അത് മനസ്സിലാക്കി അവരത് പ്രാവർത്തികമാക്കി ജീവിതത്തിൽ. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഞാൻ അത് കേട്ടതിൽ പിന്നെ ജീവിതത്തിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. ഫർള് നിസ്കാരത്തിന്റെ മുമ്പ് ശേഷമുള്ള റവാത്തിബ് 12 റക്അത്ത് നിസ്കരിച്ചാൽ, ഫജ്റിന് മുമ്പ് 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 2, അസറിന് ശേഷം മുമ്പും ഇല്ല റവാത്തിബ്, മഗ്രിബിൽ പിന്നെ 2, ഇശായിൽ പിന്നെ 2, അങ്ങനെ 12. അത് മനസ്സിലാക്കിയതിൽ പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ എന്തൊരു ഇൽമു കിട്ടുന്നോ അത് അമലാക്കുക. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അതാണ് ഇൽമു കൊണ്ടുള്ള പ്രയോജനം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അമല് വേണം. അമലില്ലാത്തവര് അത് ആഖിറത്തിൽ ചെന്നാൽ പിന്നെ എല്ലാം നഷ്ടമാണ്. അമലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഈമാൻ കഴിഞ്ഞാൽ അമലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടുമാവുന്നത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് സമയമില്ല, വളരെ കുറവാണ് ദുനിയാവിലെ ജീവിതം. നമ്മൾ ബിസിയാണ്, നമ്മൾ ഓടുകയാണ് ദുനിയാവിന്റെ പിന്നാലെ. ഖബറിലുള്ള ഒരാളോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ അവസ്ഥ? റകഅതാനി തഹ്ഖിറൂന വതംഫിലൂന, നിങ്ങൾ നിസ്സാരമായി കാണുന്ന 2 റകഅത്ത് നമസ്കാരം, അതാണ് ഈ ദുനിയാവിൽ ബാക്കിയുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈർ എന്ന് ഖബറിലുള്ള ആളോട് ചോദിച്ചാൽ അവർ പറയും. അപ്പൊ സഹോദരങ്ങൾ, നമുക്ക് സമയമില്ല, ടൈമില്ല പഠിക്കാനും അമല് ചെയ്യാനുമെങ്കിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ശരി, മൂന്നാമതായി കൊണ്ട് നമ്മുടെ ഒരു ബാധ്യതയുണ്ട്. ഇൽമു നേടി അതുകൊണ്ട് അമൽ ചെയ്തു, പിന്നെ അദ്ദഅവതു ഇലൈഹി, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ പഠിച്ച ഒരു കാര്യം, നമ്മൾ പഠിച്ച ഒരു ഹക്ക്, ഒന്നാമത്തെ ഹക്ക് അതെന്താ? അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമാണ്, അള്ളാഹുവിന്റെ തൗഹീദാണ്. അത്തൗഹീദു ഹുവ അവ്വലു വാജിബിൻ വഅഫ്ളലു വാജിബിൻ വഅഅലമു വാജിബിൻ. അള്ളാഹുവിന്റെ തൗഹീദ്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആ ഒരു തൗഹീദ് എന്ന കാര്യമാണ് നിർബന്ധമായതിൽ പറ്റി ഏറ്റവും ഒന്നാമത്തേത്. നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, നിർബന്ധമായതിൽ ഏറ്റവും മഹത്വമുള്ളത് അതാണ് ആ തൗഹീദ്. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. എത്രയോ ആളുകൾ
അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാതെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്ന, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ദർഗകളിലും മഖാമുകളിലും പോയി, അതല്ലെങ്കിൽ ബീബിമാരുടെയും തങ്ങന്മാരുടെയും അടുക്കൽ പോയി അവർ നൽകുന്ന ചരടുകളും മേലസുകളും കെട്ടി അതിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിതം അള്ളാഹുവിനെ മറന്ന, റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന, റബ്ബൊരിക്കലും പൊറുക്കാത്ത ശിർക്കിന്റെ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ഇത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരെ റബ്ബിലേക്ക് വിളിക്കുക, അള്ളാഹുവിലേക്ക് വിളിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അമ്പിയാക്കൾ നിർവഹിച്ചതായ ആ ഒരു ഡ്യൂട്ടി അതാണ് സഹോദരങ്ങളെ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഇൽമു നേടി അമൽ ചെയ്ത് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. നമ്മുടെ കുടുംബത്തിൽ, അയൽവാസികളിൽ, നാട്ടുകാരിൽ ഒക്കെ അല്ല പൊറുക്കാത്ത ഈ ശിർക്ക് ചെയ്താൽ നരകത്തിലെ ശാശ്വതമായിരിക്കും. നബിയെ, നിങ്ങളിൽ നിന്നാണ് ശിർക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകും. ആര് ശിർക്ക് ചെയ്യുന്നു അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവരുടെ സങ്കേതം നരകമാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് താക്കീത് നൽകാൻ, ജനങ്ങളെ ഉപദേശിക്കാൻ നസീഹത്തോടുകൂടി അതാണ് സഹോദരങ്ങളെ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ആ മാർഗത്തിൽ അമ്പിയാക്കൾ ചെയ്തതായ ഒരു പ്രവർത്തനം അദ്ദഅവതു ഇലല്ലാഹ് ഹിയ വളീഫത്തുർ റുസുലി അലൈഹിം സ്വലാത്തു വസ്സലാം, വളീഫത്തുർ റുസുലി അലൈഹിം സ്വലാത്തു വസ്സലാം വതരീഖത്തു മൻ തബിഅഹും, അമ്പിയാക്കൾ ചെയ്ത പ്രവർത്തനം അവരെ പിന്തുടർന്നവരും. ഫൈദാ അറഫൽ ഇൻസാനു മഅബൂദഹു, ഒരാൾ തന്റെ ആരാധ്യനെ മനസ്സിലാക്കിയാൽ, വദീനഹു വനബിയഹു, ദീനും നബിയെയൊക്കെ മനസ്സിലാക്കിയാൽ, ഫമന്നല്ലാഹു അലൈഹി തൗഫീഖ് ബിദാലിക, അതിന് അല്ലാഹു തൗഫീഖ് നൽകിയാൽ, ഫഇന്ന അലൈഹി സഅയ് വലാ ഇൻഖാദി ഇഖ്വാനിഹിം ബിദഅവതിഹിം ഇലല്ലാഹ്, ഈ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടുകാരെ, അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഒരു ആയത്തെങ്കിലും ബല്യഗു അന്നി വലൗ ആയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അതിപ്രധാനമായ 4 മസ്അലകളിലാണ് ഞാൻ ഈ പറയുന്നത്. ഇൽമു നേടുക, അമൽ ചെയ്യുക, ജനങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് നടത്തുക. നമ്മൾ കാരണത്താൽ ആരെങ്കിലും സന്മാർഗത്തിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ, നീ കാരണത്താൽ ഒരാൾ ഹിദായത്തിലായാൽ, സന്മാർഗത്തിലായാൽ, ഒരു ചുവന്നൊട്ടകത്തേക്കാൾ ദുനിയാവും അതിലെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈർ അതാണ്. സഹോദരങ്ങൾ, അത് മഹത്തായ ഒരു കാര്യമാണ്. 4-മതായി ഈ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇൽമു നേടുന്നതിലും അമല് ചെയ്യുന്നതിലും അള്ളാഹുവിന്റെ ദീനെ എത്തിച്ചു കൊടുക്കുന്നതിലുമെല്ലാം നമുക്കുണ്ടായിരിക്കേണ്ട ഒന്ന് സബറാണ്, ക്ഷമയാണ്. പലതരക്കുള്ള പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുമ്പോൾ, തൗഹീദിന്റെ മാർഗത്തിൽ എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ് ആ മാർഗത്തിൽ അത് ജനങ്ങളോട് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എല്ലാം അനുഭവിച്ച ത്യാഗങ്ങളുടെ, അവർ അനുഭവിച്ച പീഡനങ്ങളുടെ ചരിത്രം. എന്തൊക്കെ ഏൽക്കേണ്ടി വന്നാലും നമ്മൾ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കും. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ എത്തിക്കുന്ന വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഹക്ക്, എന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാർ, എന്റെ നാട്ടുകാർ, എന്റെ കുടുംബക്കാർ, അയൽവാസികൾ, അവർ നരകത്തിലേക്ക് പോകരുതേ എന്നുള്ള നസീഹത്തോടുകൂടി അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, അവരെ എങ്ങനെ തന്നെ പ്രതികരിച്ചാലും, അവർ എന്തൊക്കെ തന്നെ നമ്മോട് എങ്ങനെ പ്രതികരിച്ചാലും ശരി, എങ്ങനെ ഉപദ്രവിച്ചാലും ശരി, ഇല്ല, ഇത് നമ്മൾ റബ്ബിനെ അല്ലാതെ ഒരാളെയും പേടിക്കുന്നില്ല, ഈ ദീനിന്റെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി ത്വായിഫിലേക്ക്, സഖീഫ് ഗോത്രക്കാരുണ്ട് അവിടെ, അവരിൽ നിന്ന് വല്ല സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് കടന്നു ചെന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ അങ്ങാടി പിള്ളേരെ വിട്ടുകൊണ്ട് എറിഞ്ഞോടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു. നബി വളരെ വിഷമിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, ഏതൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടാക്കിയത്, വേദന ഉണ്ടാക്കിയ ഒരു കാര്യം ഏതാണ്? ഉഹുദിന്റെ സന്ദർഭത്തിലാണോ? അല്ല ആയിഷ, അതല്ല, ഉഹുദിന്റെ സന്ദർഭത്തിലൊന്നുമല്ല. ഞാൻ സഖീഫ് ഗോത്രക്കാർ ത്വായിഫിലേക്ക് ഞാൻ കടന്നു ചെന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് ഏൽക്കേണ്ടി വന്ന ആ ഒരു അപമാനവും
അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച ആ ഒരു ദ്രോഹവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖിതനായി വന്ന് അവിടെ ഇരിക്കുമ്പോഴാണ് ഫൈദാ അന ബിസഹാബത്തിൻ അളല്ലത്നി, എനിക്ക് മേഘം ഇങ്ങനെ തണലിട്ടു. ഫൈദാ ഫിഹാ ജിബ്രീൽ ഫനദർതു ഫിഹാ, ഞാൻ അതിലേക്ക് നോക്കുമ്പോൾ ജിബ്രീൽ ഉണ്ട് അവിടെ. ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് ഖദ് സമിഅ അല്ലാഹു ഖൗല ഖൗമിക്, നിങ്ങളുടെ ജനത പറഞ്ഞ വാക്ക് അല്ലാഹു കേട്ടിട്ടുണ്ട്. ഫബഅസ മലക്കൽ ജിബാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളുടെ മലക്കിനെ നിയോഗിക്കുന്നു. പർവ്വതത്തിന്റെ മലക്ക് വന്നു, മലക്കുൽ ജിബാൽ വന്നു. നബി പറയാണ്, എന്നെ വിളിച്ചു, എന്നോട് സലാം ചൊല്ലി, ഞാൻ സലാം അടക്കി. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ജനത ഒരു പ്രവാചകനെ എറിഞ്ഞോടിച്ച, ആക്രമിച്ച ഈ ആളുകളെ എന്ത് ചെയ്യണമാണ്? അഖ്ശബൈൻ, സഫാ മർവ, അബൂ ഖുബൈസ്, ഖുഐഖിയാൻ, പഴയ പേരുകളാണ് സഫാ മർവ കുന്നുകൾ. ഈ രണ്ട് പർവ്വതങ്ങൾ കൊണ്ട് ഈ സമുദായത്തെ, ഈ ആളുകളെ നശിപ്പിക്കാൻ കൽപ്പിച്ചാൽ, നിങ്ങൾ പറഞ്ഞാൽ നബിയെ അത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ നമ്മളെ എങ്ങനെ ഒറ്റപ്പെടുത്തിയാലും, എങ്ങനെ ഉപദ്രവിച്ചാലും, കളിയാക്കിയാലും, പരിഹസിച്ചാലും, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, റബ്ബേ അവർക്ക് അറിവില്ലാത്തവരാണ്, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബൽ അർജു, ഞാൻ വേണ്ട, അവരെ നശിപ്പിക്കേണ്ടതില്ല. അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികു ബിഹി ശൈഅ, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ആളുകളുടെ മുതുകിൽ നിന്ന് അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, റബ്ബിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാത്ത ഒരു തലമുറ, ഒരാളുകൾ ഇനി ഉണ്ടായേക്കാം, വളർന്നു വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കൂ നിങ്ങൾ, ആ ഒരു പ്രതീക്ഷയാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. തൗഹീദിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്കെന്റെ റബ്ബ് മതി, സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും. എല്ലാം ഏറ്റുവാങ്ങുക. റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഹക്കിന്റെ മാർഗത്തിലാണ്. സുന്നത്ത് സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയതിന്റെ പേരിൽ എത്ര പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്, ആ സ്വഹാബത്തിന്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നു സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് വെറുതെ കടന്നു ചെല്ലാമെന്ന്? ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അനുഭവിച്ച പീഡനങ്ങൾ, പ്രയാസങ്ങൾ കിടുകിടാ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ചോദിച്ചു, നബിയെ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമുള്ളത്? അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. ഒരാളെ കൊണ്ടുവന്ന് കുഴി കുഴിച്ചതിൽ നിർത്തി തല രണ്ടായി പിളർക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ദീനിൽ നിന്ന് ഒരൽപ്പം പോലും അവര് പിന്നോട്ട് പോയിട്ടില്ല. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അതാണ് 4 മസ്അലകൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇത് വെറുതെ പറഞ്ഞതല്ല, അതിന് തെളിവുണ്ട്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇതാണ് അതിന് തെളിവുള്ളത്. കാലം തന്നെയാണ് സത്യം. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവരൊഴികെ. ഈമാൻ വേണമെങ്കിൽ ഇൽമു വേണം. വഅമിലുസ് സ്വാലിഹാത്ത്, അമല്, സൽക്കർമ്മങ്ങൾ ചെയ്യണം, അമല് ചെയ്യണം. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം, ദഅവത്ത് നടത്തണം. വതവാസൗ ബിസ്സബ്ർ, ആ മാർഗത്തിൽ നമുക്ക് സബ്ർ ഉണ്ടാവണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും, ഈ സൂറത്ത് അല്ലാതെ അല്ലാഹ് വേറൊന്നും ഇറക്കിയിട്ടില്ല എന്ന് ഇതന്നെ മതിയാകുമായിരുന്നു നമുക്കിവിടെ ചെയ്യാൻ. ഇൽമു നേടുക, അമല് ചെയ്യുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, സബ്ർ എടുക്കുക ആ വിഷയത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ അതിപ്രധാനമായ 4 മസ്അലകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരി മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ,
അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു വന്നുകൊണ്ട് അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അല്ലിംനി വഔജിസ്, എനിക്ക് കാര്യങ്ങൾ അറിയിച്ചു തരണം. പക്ഷേ വളരെ ഷോർട്ടായിട്ട് ചുരുക്കിയിട്ടാണ് കാര്യങ്ങൾ അറിയിച്ചു തരേണ്ടത്, കുറെ കാര്യങ്ങളൊന്നും വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് 3 ഉപദേശങ്ങളാണ് നൽകിയത്. ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കരിക്കാൻ നിന്നാൽ വിട പറയുന്നവന്റെ, അവസാനം നിസ്കരിക്കുന്ന, ഇനിയൊരു നിസ്കാരം, അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയില്ല, ഇതെന്റെ ലാസ്റ്റ് നിസ്കാരമാണ് എന്ന ബോധത്തിൽ നീ നിസ്കരിക്കുക. അങ്ങനെ നീ നിസ്കരിക്കുക, അവസാന നിസ്കാരമാണ്. അതേപോലെ തന്നെ വലാ തകല്ലം കലാമൻ യഅ്തദിറു മിൻഹു, പിന്നെ നീ ഒരു സംസാരം സംസാരിക്കരുത്, അത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് ക്ഷമാപണം നടത്തേണ്ടുന്ന ഒരു അവസ്ഥ. സോറി, ക്ഷമിക്കണം, എനിക്കങ്ങനെ ആ ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞു പോയി, പിന്നെ ഒരു എക്സ്ക്യൂസ് കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന സംസാരം നീ സംസാരിക്കരുത്. വളരെ സൂക്ഷ്മമായി, ഞാനിത് പറഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്ത്, അതിന്റെ പരിണിത ഫലം എന്താവും എന്നൊന്നും ആലോചിക്കാതെ വെറുതെ കാര്യങ്ങൾ ആളുകളോട് സംസാരിക്കരുത്. മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെക്കുറിച്ച് നീ നിരാശനാവും, ജനങ്ങളിൽ നീ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല, ജനങ്ങളിൽ നിന്ന് നീ ധന്യനാവുക, ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നർത്ഥം. ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ, വലിയ ഉപദേശം, വലിയ പാഠമാണ് അതിലുള്ളത്. 3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഏത് നിസ്കാരത്തിലും ഖുശൂ കിട്ടാൻ ഇതിന്റെ ലാസ്റ്റ് നിസ്കാരമാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ നിസ്കരിക്കുക. മറ്റൊന്ന്, സംസാരിക്കുമ്പോൾ നാവിനെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആളുകൾക്ക് വേദനയുണ്ടാക്കുന്നോ മുറിവുണ്ടാക്കുന്നോ അത് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആളുകളിൽ നിന്ന്, ആളുകളുടെ അടുക്കലല്ല നമ്മുടെ ധന്യത, എനിക്ക് എൻ്റെ റബ്ബാണ് എന്നെ ധന്യനാക്കുന്നത്. അതുകൊണ്ട് ആളുകളുടെ കൈകളിലുള്ളതിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ രൂപത്തിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നേടാനും പഠിക്കാനും അമൽ ചെയ്യാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ക്ഷമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ദൈനൻ ഇല്ലാ ഖളൈത വലാ മയ്യിതൻ ഇല്ലാ റഹിംത വലാ മരീദൻ ഇല്ലാ شفيت ولا بلاء إلا رفعت يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.